ബിക്കോസ് പറഞ്ഞോട്ടെ ബിഗ് ബോസ് പറഞ്ഞോട്ടെ ആരെയാണ് പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്? അച്ഛനെയാണ് ഏറ്റവും നോമിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ നോമിനേഷനിൽ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരാണ്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ കാര്യങ്ങൾ എടുക്കാന്ന് വെച്ചാൽ അയാൾ ലാസ്റ്റ് വീക്കിലൊരു കാര്യം അയാൾ ഒരു ബാഡ് വേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് തെറ്റാന്നുള്ളത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും പ്രഷർ കൊടുക്കുന്നത് നല്ലൊരു മെസ്സേജ് എന്ന് വെച്ചിട്ട് അച്ഛനെ ഇനി പ്രേക്ഷകർക്കായുള്ള നോമിനേഷൻ. പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്ത അപ്സരയെയും ക്യാപ്റ്റനായ ജാൻമോനിയെയും പവർ ടീം അംഗങ്ങളെയും ആർക്കും ഇനി നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഗൗരി ഇത്തവണ ഓപ്പൺ നോമിനേഷൻ ആണ്. മുന്നോട്ട് വന്ന് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ കാരണസഹിതം നോമിനേറ്റ് ചെയ്യുക. ഞാൻ സ്ട്രിക്ട്ലി ഇപ്രാവശ്യത്തെ നോമിനേഷൻ ഞാൻ പെർഫോമൻസ് ബേസിൽ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് വ്യക്തികളാണ് ഈ ആഴ്ച ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് ഇനിയുള്ള ആഴ്ചയിൽ ഞാൻ കൂടി നന്നായി വരാം. കഴിഞ്ഞ ആഴ്ച എനിക്ക് പ്രോപ്പറായിട്ട് പല വ്യക്തിപരമായിട്ടുള്ളതും അല്ലാതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് അങ്ങോട്ട് മുൻനിരയിലേക്ക് വന്ന് പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കണ്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വീക്കായിട്ട് കരുതി കുറച്ച് ആൾക്കാരൊക്കെ ഈ ആഴ്ച കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് എൻ്റെ നോമിനേഷൻ ഒരെണ്ണം വരുന്നത് ശരണ്യ ചേച്ചിയും പിന്നെ യമുന ചേച്ചിയാണ്. അപ്പോൾ അതാണ് കാരണങ്ങൾ. രണ്ടും ഈക്വൽ കാരണങ്ങൾ തന്നെയാണ്. നോറ. ഞാൻ ഇത്തവണ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ജാസ്മിനെയും ഗബ്രിനെയും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അവരുടെ ഒരു ഞാൻ പുറമെ നിൽക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് ഇരിക്കുന്നതിൽ ആ ഒരു റീസൺ കൊണ്ടല്ല, അവരെല്ലാവരും ഒരു തീരുമാനം പറയുന്ന സമയത്ത് എന്താ പറയാ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളും മറ്റൊരാൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതായത് ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയാ ഇൻഡിവിജ്വലി കാര്യങ്ങൾ പറയാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നതാക്കുന്നത്. ഇതിൽ ആരാണ് ഇൻഡിവിജ്വലി മുന്നോട്ട് വരുന്നതെന്ന് എനിക്ക് ആസ് എ പേഴ്സൺ എനിക്കൊരു ക്ലാരിറ്റി ഇതുവരെ വന്നില്ല. പിന്നെ ബിഗ് ബോസും ഒരു തവണ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യം പുറത്തേക്ക് പറയുന്നത്. അപ്പൊ അതിലുള്ള ഒരു ക്ലാരിറ്റി എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത് ജനങ്ങൾക്കാണ്. സോ ജനങ്ങൾ അതിനൊരു തീരുമാനം മുന്നോട്ട് വരുത്താന്നാണ് ആസ് എ പേഴ്സൺ എനിക്കുള്ളത്. സോ അവർ ജാസ്മിൻ. ഓക്കെ, അപ്പം ഈ വട്ടത്തെ എൻ്റെ നോമിനേഷനും കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ്. ഇതുവരെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ആയിട്ട് നിന്നവരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അവർക്കിവിടെ അവരിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്നോ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് യമുനേച്ചിയാണ്. സെക്കൻഡ് ഞാൻ പറയുന്നത് ശ്രീധുവിനെയാണ്.
അപ്സര. ഞാൻ അൻസിബയും ഋഷിയാണ് പറയുന്നത്. കാരണം ഇവിടെ വന്ന സമയം മുതൽ തന്നെ അവർക്ക് നമ്മൾ ഓൾറെഡി ഓരോരുത്തരും ഓരോ ടീമിലാക്കിയിരുന്നു. അവരിപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും അഭിപ്രായം പറയുന്ന ആൾക്കാർ തന്നെയാണ്. അവർ തന്നെ ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻ്റെ നേർക്ക് വരുന്നതിന് മാത്രമേ ഞാൻ ഇടപെടുള്ളൂ. മറ്റുള്ളവരെ പോലെ എനിക്ക് ലൗഡായിട്ട് സംസാരിക്കാൻ ഞാൻ ചെയ്യാറില്ല. എൻ്റെ ബേസിക് ക്യാരക്ടർ അതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഉറക്കെ സംസാരിക്കുന്ന എല്ലാവരും മോശക്കാരല്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇവിടെ പൊതുവായിട്ട് ഇഷ്യൂ നടക്കുമ്പോൾ എനിക്ക് നേരെ അല്ലെങ്കിൽ പോലും എനിക്ക് ഇപ്പൊ എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയ സമയത്ത് ഇവിടെ ഒരാൾ മാത്രമല്ല റിയാക്ട് ചെയ്ത് എല്ലാവരും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഒരു പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ എല്ലാത്തിലും നമ്മൾ ഇടപെടണം. അത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സ്നേഹത്തിൽ പറയാം, ദേഷ്യത്തിൽ പറയാം, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ എല്ലാത്തിലും ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അതുകൊണ്ട് അൻസിബി. ശ്രീരേഖ. പല കാര്യങ്ങളും നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും പേഴ്സണലി തന്നെ എടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചോർഡായിട്ട് റിയാക്ട് ചെയ്യണം, കുറച്ചുകൂടി കരുത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് തോന്നിയിട്ടുള്ള എനിക്ക് യമുന ചേച്ചിയുടെ കാര്യമാണ്. യമുന ചേച്ചിക്ക് അത് ഇല്ലാന്നല്ല, യമുന ചേച്ചിക്ക് സ്വന്തമായിട്ട് നല്ല ഐഡിയ ഉണ്ട് എങ്ങനെ ഗെയിം കളിക്കണം എന്നറിയാം. എങ്കിൽ പോലും കുറച്ചുകൂടി ചേച്ചി പവർഫുൾ ആയിട്ട് ചേച്ചിയുടെ കാര്യങ്ങൾ ഇവിടെ ഇൻവിസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം വന്നു. അപ്പോൾ ചേച്ചിയുടെ പേരാണ് പലരും പറഞ്ഞത്. എനിക്കങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചേച്ചിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി പക്വമായിട്ട് ചേച്ചി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ ഞാൻ ചേച്ചിയെ പറയണം. സെക്കൻഡ് നോമിനേഷൻ ഞാൻ അൻസിബയുടെ പേര് പറയും. കാരണം നേരത്തെ അപ്സര പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് എൻ്റെ മനസ്സിലും ഞാൻ അൻസിബയെ കുറിച്ച് ആലോചിച്ചപ്പോൾ വന്നത്. കാരണം പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരാണ്. എല്ലാവരും ഒരേപോലെ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും എടുക്കണം എന്നില്ല. എത്ര സ്നേഹത്തോടെ എടുക്കുന്നവരായാലും എത്ര പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരായാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ മനുഷ്യരാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലെ പല വികാരങ്ങളും പുറത്തു വരും. അത് ദേഷ്യത്തിലാവാം, അല്ലെങ്കിൽ സഭ്യമായിട്ടുള്ള ഭാഷയിലാവാം, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ആവാം. അപ്പൊ അതെല്ലാം മനുഷ്യരാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവരുടെയും എല്ലാ ഇമോഷൻസും നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി എന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അൻസിബയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ നോമിനേഷൻ യമുന ചേച്ചിയും അൻസിബയും. താങ്ക് യു. യമുന. ഞാൻ ഒന്ന് ഗബ്രിയാണ് പറയുന്നത്. പലപ്പോഴും ജാസ്മിന്റെ നിഴലായി മാറുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ചില സമയങ്ങളിൽ. അതുകൊണ്ട് ഗബ്രിയെ പറയുന്നു. അത് ഗബ്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗബ്രി അത് പേഴ്സണലായിട്ട് തന്നെ എടുത്തിട്ട് അത് കളിക്കണമെന്നുള്ളത്. പിന്നെ ഒന്ന് നൂറയാണ് പറയുന്നത്. അത് പേഴ്സണലി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച. അത് മോശമാണെന്ന് എൻ്റെ ഇതിൽ കാഴ്ചപ്പാട് എനിക്കത് തോന്നി. എത്ര വലിയ ദേഷ്യം വന്നാലും നമ്മൾ ഇരിക്കേണ്ട ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ഷൗട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് മോശമായ ഒരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് നൂറെ പറയുന്നു. ശ്രീതു. സോ ഇവിടെ ഫൈനലാ വന്നിട്ട് ഒരാൾക്ക് ഇതാ കപ്പ് ഉണ്ട്. പക്ഷെ എല്ലാവരും എനിക്ക് അറിഞ്ഞിട്ട് ഇൻഡിവിജ്വലാ ഓരോ സംഭവം പറയുന്നുണ്ട്, ഒപ്പീനിയൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവർ രണ്ടുപേരും മറ്റും ജാസ്മിൻ ആൻഡ് ഗബ്രി മാത്രം കുറച്ച് ഒരു സോണിൽ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഉള്ള മാതിരി എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും തോന്നുന്നത്. ഇപ്പൊ വരയ്ക്കും அந்த സോൺ വിട്ട് വെളിയിൽ വന്നിട്ടില്ല. രണ്ടുപേരും ഒരുത്തർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഐ തിങ്ക് அந்த വട്ടത്തിനെ ഓപ്പൺ ചെയ്യണം തോന്നുന്നു. ഒരു കട്ട് വിട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് വെളിയിൽ വന്ന് നിങ്ങളും തനിയെ കളിക്കണം എന്ന് വേണ്ടി ഞാൻ നിങ്ങൾ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യും. Big Boss Jasmine. ഋഷി. Big Boss Jasmine and Gabri പേര് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അപ്സരയുടെ അടുത്ത് നേരത്തെ പറഞ്ഞ് എൻ്റെ അടുത്ത് പേഴ്സണലി റിപ്ലൈ എനിക്ക് കൊടുക്കണം ആഗ്രഹമുണ്ട്. അപ്പൊ അപ്സര പറഞ്ഞായിരുന്നു, അപ്സര എനിവലി ഞാൻ ജീവിക്കാൻ വേണ്ടി എന്ത് ഋഷി. ഇത് നോമിനേഷനാണ്. ഓക്കെ ഫൈൻ ശരി. അപ്പൊ ഞാൻ നോമിനേറ്റ് ചെയ്യണ ഒന്ന് ജാസ്മിൻ ആണ്. ജാസ്മിൻ
വേറെ നല്ല കഴിഞ്ഞ നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ പുറത്തുനിന്ന് ജാസ്മിൻ എങ്ങനെ കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം നോക്കുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ശ്രീതു എല്ലാവരും അടിപൊളിയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ആക്റ്റീവാണ്. ശരണ്യ. ഓക്കെ, ഫസ്റ്റ് ജാസ്മിനെ പറയുന്നത് കാരണം സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് ജാസ്മിൻ്റെ പെർഫോമൻസ് ഞാൻ വലുതായിട്ട് കാണുന്നില്ല. ഇമോഷണലി പല സാഹചര്യം കൊണ്ട് ജാസ്മിൻ വീക്കായിരുന്നു. അതുപോലെ തന്നെ പലയിടത്തും എനിക്ക് ജാസ്മിന് ഏത് ഡ്യൂട്ടി കൊടുത്താലും അതിൽ ക്ലാരിറ്റി ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. സോ മൈ ഫസ്റ്റ് പേര് ജാസ്മിനാണ്. ദെൻ ഗബ്രിയുടെ ഒരു സോൺ ഈ പറഞ്ഞ മാതിരി എവിടേക്കോ രണ്ടുപേരും ഞാൻ കഴിഞ്ഞ നോമിനേഷനിൽ പറഞ്ഞ സെയിം തിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഓണാണ്. ഇപ്പം നിങ്ങൾ കാണിക്കുന്നു എന്തോ ഫൈറ്റൊക്കെ ആയി എന്നുള്ള രീതിയിൽ, അതിൽ പോലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ എനിക്ക് ഇതുവരെയും ഗബ്രിയുടെ കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല. അപ്പം എനിക്ക് ഇനി പുറത്ത് എങ്ങനെയാണ് ഗബ്രിയുടെ ഒരു വൈബ് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സോ ഗബ്രി. ആൻസി ബാബു. ഫസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ശ്രീരേഖ ചേച്ചിയാണ്. വഴക്കുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് എന്ന് തെറ്റിദ്ധാരണയിൽ വന്നിരിക്കുന്നതായിട്ടാണ് ശ്രീരേഖ ചേച്ചിയെ പറ്റി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ശ്രീരേഖ ചേച്ചി ഒന്ന്. രണ്ടാമത്തെ ജാസ്മിനാണ്. എന്ത് വേണമെങ്കിലും ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയും. അതുപോലെ തന്നെ ഒരു പണി കൊടുത്താൽ ഒരു പണിയും ചെയ്യത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ സെക്കൻഡ്. ജാസ്മിൻ. ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നോമിനേഷൻ വരുന്നത്. ആദ്യം ഞാൻ ജാസ്മിനെ പറയും. കാരണം കുറച്ചധികം മടിയുള്ള കൂട്ടത്തിലാണ് ജാസ്മിൻ. അതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന പെർഫോമൻസ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആക്കി വരാനും ആ മടികളൊക്കെ മാറ്റി എല്ലാവരും ഈക്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ. സെക്കൻഡ് വൺ ഇസ് ഋഷി ഇന്നലെ സംസാരിച്ചതുപോലെ കുറച്ച് മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഋഷി. ഇനിയും ബെറ്റർ ആയിട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ ഋഷിയിൽ നിന്ന് കിട്ടും. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഋഷി. താങ്ക് യു. അർജുൻ. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് യമൻ ചേച്ചിയായിരിക്കും. കാരണം പുള്ളിക്കാരിക്ക് ഒരു കംഫർട്ട് സോൺ, എനിക്ക് ഫീൽ ചെയ്തൊരു കംഫർട്ട് സോൺ ആണെന്ന് തോന്നുന്നത്. ഒരു ചെറിയൊരു ലോകം, ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്തെന്ന് തോന്നി. പുറത്തേക്ക് വരാതെ ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ, ഇതാണ് ലോകം, ഞാൻ പറയുന്നത് മാത്രം ശരി എന്നൊരു മെൻറ്റാലിറ്റി പോലെ തോന്നി. പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് യമൻ ചേച്ചിക്ക്. സോ ഫസ്റ്റ് വൺ യമൻ ചേച്ചി. സെക്കൻഡ് വൺ ജാസ്മിനെ പറയും. ജാസ്മിൻ ഫസ്റ്റ് വീക്കിൽ തീ പോലെ വന്നിട്ട് ലാസ്റ്റ് വന്നപ്പം വെള്ളം വീണ പോലെ ആയിപ്പോയി. അപ്പം ഈ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ അവർക്ക് റിസൾട്ട് കാണുമ്പോൾ അവർക്ക് അടുത്ത വീക്കിൽ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മേ ബി ആ തീ വീണ്ടും കത്തിക്കാൻ പറ്റും. സോ യമന ചേച്ചി ഞാൻ ജാസ്മിൻ. ജിൻഡോ. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ഗബ്രി പറയും. കാരണം ഗബ്രി കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ളൊരു ഔട്ട് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. അതിനെ സെയിം ജാസ്മിനെ പറയാൻ അടുത്തത്. കാരണം ഇവർ രണ്ടുപേരും ഒരാൾ കൂടെ നിൽക്കുന്നതായിരിക്കും ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ജാനുവരി.
ഞാൻ ഫസ്റ്റ് ജസ്മിനിക്ക് പറയാം. ജസ്മിന് കുറച്ച് മടിയാണ്. സോ ആ മടിയില്ലാത്ത ജോലികൾ ചെയ്യുന്നത് കാരണം ജസ്മിൻ ഭയങ്കര ആക്റ്റീവ് ഗേളാണ്. പക്ഷെ ജസ്റ്റ് ഓരോ നെഗറ്റീവ് ഉള്ളൂ മടി. ആ മടി കളഞ്ഞിട്ട് ജസ്മിൻ വരണമെങ്കിൽ വളരെ നന്നാവും. സോ ജസ്മിന്. സെക്കൻഡ് എൻ്റെ ഫേവറേറ്റ് നൂല. ബിക്കോസ് നൂല പെട്ടെന്ന് ഇമോഷണൽ ആവും. വെരി സ്ട്രോങ്. സോ എനിക്ക് നൂലയുടെ കണ്ണിൽ തിരിച്ച് ടീയേഴ്സ് കാണാൻ പറ്റില്ല. സോ അതിനു വേണ്ടി നൂലക്ക് തന്നെയാണ് കൊടുത്തത്. പറ്റില്ല. Never. ഇട്ടോട്ടുകളായി ജാസ്മിൻ ഒക്കെ തമ്മിലുള്ള അവരുടെ കൃതി എട്ടുണ്ടോ മൊത്തം എട്ടുണ്ടോ ഒന്നാമത് എട്ടുണ്ടോ കഴിഞ്ഞിട്ട് 14 ഇന്നത്തെ 6 പേര് മാത്രമേ നമ്മൾ പിരിയാൻ പിരിക്കുക